PCOD ഉള്ള സ്ത്രീകളിൽ അവരുടെ ഓവറീസ് അതായത് അണ്ഡാശയങ്ങൾ സ്ത്രീ ഹോർമോണിനേക്കാളും കൂടുതലായിട്ട് പുരുഷ ഹോർമോൺസ് അഥവാ ആൻഡ്രോജൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ആൻഡ്രോജൻസിന്റെ അളവ് PCODക്കാരിൽ എപ്പോഴും കൂടുതലായിരിക്കും. ഒരു സ്ത്രീ പുരുഷ ഹോർമോൺ ഇംബാലൻസ് തന്നെ അവരിൽ കാണപ്പെടുന്നുണ്ട്. ഈ ആൻഡ്രോജൻസ് കൂടിയത് കൊണ്ടാണ് അവരിൽ ആർത്തവ ക്രമക്കേടുകൾ, മുഖക്കുരു, മുടികൊഴിച്ചില്, അമിത രോമ വളർച്ച, ചില ആളുകളിൽ അമിതവണ്ണം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത്. PCODക്കാർ അനുഭവിക്കുന്ന പ്രധാന വെല്ലുവിളിയാണ് ഫെർട്ടിലിറ്റി പ്രോബ്ലംസ്. അതായത് ആൻഡ്രോജൻസിന്റെ അളവ് കൂടിയത് കൊണ്ട് തന്നെ അവരിൽ ഓവുലേഷൻ കറക്റ്റായിട്ട് ഉണ്ടാവുന്നില്ല. ചില PCODക്കാരിൽ ഓവുലേഷൻ തീരെ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ ആളുകളാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത അനുഭവിക്കുന്നത്. ചില PCODക്കാരിൽ ഓവുലേഷൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നമുക്ക് ഓവുലേഷന്റെ ടൈം നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റെഗുലർ ഒരു സൈക്കിള് അവരിൽ ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ളവരിലാണ് അൺപ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് പ്രഗ്നൻസി ഉണ്ടാവുന്നത്. ചില PCODക്കാരിൽ നോർമൽ പ്രഗ്നൻസി ഉണ്ടാവുന്നു, പക്ഷേ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഹോർമോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അബോർഷനായിട്ട് അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഇങ്ങനെ PCODയുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രധാന കാരണം ആൻഡ്രോജൻസ് അഥവാ പുരുഷ ഹോർമോൺസ് കൂടി നിൽക്കുന്നത് തന്നെയാണ്. PCOD ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. PCOD മാനേജ്മെന്റ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ഹെൽത്തിയായ മാറ്റങ്ങൾ തന്നെയാണ്.